നമസ്കാരം. എല്ലാവർക്കും രാവിലെ 8 മണിക്കുള്ള സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് സ്വാഗതം. മോഡീസ് യുഎസ് മാർക്കറ്റ് ഡൗൺഗ്രേഡിനെ ചെയ്തതിനെ തുടർന്ന് യുഎസ് മാർക്കറ്റിലുണ്ടായ ഫോൾ ഇന്നലെ നമ്മുടെ മാർക്കറ്റിലും റിഫ്ലക്റ്റ് ആയി. എന്നിരുന്നാലും അനലിസ്റ്റുകളുടെ പോസിറ്റീവായിട്ടുള്ള യുഎസ് ഇന്ത്യ ട്രേഡ് സെറ്റിൽമെന്റിലേക്കുള്ള കാഴ്ചപ്പാടും നമ്മുടെ മാർക്കറ്റിലെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മൂലം ഇന്നലെ ഉണ്ടായ തകർച്ചയിൽ നിന്നും കുറേയേറെ കരകയറുവാൻ നമ്മുടെ മാർക്കറ്റിന് സാധിച്ചു. ക്ലോസിംഗ് ബേസിസിൽ ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 5045.36 കോടി രൂപയുടെ സെല്ലാണ് നമ്മുടെ മാർക്കറ്റിൽ നടത്തിയത്. തത്സമയം 3715 കോടി രൂപയുടെ ബൈ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തുകയുണ്ടായി. ഇന്ത്യ വിക്സ് ഇന്നലെ 1.6% ഇടിഞ്ഞ് 17.26 എന്ന ലെവലിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇന്നലെ ഇന്ത്യ വിക്സ് 18 എന്ന പോയിന്റിന് മുകളിലേക്ക് പോയതായിട്ട് നമുക്ക് കാണുവാനായി സാധിച്ചു. അതുകൊണ്ട് ഇന്ന് ട്രേഡ് ചെയ്യുമ്പോഴും ഇന്ത്യ വിക്സ് നമ്മളൊന്ന് വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്നലെ ഇന്ത്യൻ രൂപ 36 പൈസ ഇടിഞ്ഞ് US ഡോളറിനെതിരെ 85.95 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ 24,450, 24,500 എന്ന ലെവലുകളിൽ നിഫ്റ്റി സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ 24,800, 24,900 എന്ന റേഞ്ചിനുള്ളിൽ നിഫ്റ്റി കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനായിട്ട് ആവുകയില്ല. നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണുവാനായി സാധിക്കും, ബെയറിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയിൽ ഫോം ആയിരിക്കുന്നത് വിത്ത് ലോവർ ഷാഡോസ്. അതുകൊണ്ട് തന്നെ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ബൈയിങ് ഇൻട്രസ്റ്റ് ലോവർ ലെവൽസിൽ ഉടലെടുക്കുന്നു എന്ന്. തൽഫലമായി നമുക്ക് ഇന്നലെ തന്നെ കാണുവാൻ സാധിക്കും, നിഫ്റ്റി ഇടിയുന്നതനുസരിച്ച് ബൈയിങ് നടക്കുന്നുണ്ടായിരുന്നു. ഒറ്റ ഇടിവല്ല മാർക്കറ്റിൽ ഇന്നലെ കണ്ടത്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ US മാർക്കറ്റിൽ ഇന്നലെ S&P 500 സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ടാണ് ക്ലോസ് രേഖപ്പെടുത്തിയത്. പക്ഷെ നാസ്ഡാക്ക് സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ട് ക്ലോസ് നടത്തി. ഡോ ജോൺസ് ഫ്യൂച്ചർ ഇപ്പോൾ സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സ് മൂന്നും ഇന്നലെ റെഡിലാണ് ക്ലോസ് രേഖപ്പെടുത്തിയത്. നിലവിൽ ഓപ്പൺ ആയിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റ്സിൽ ഒട്ടുമിക്കതും സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടാണ് ട്രേഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ്ലി പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് എക്സ്പെക്ട് ചെയ്യുവാനായി സാധിക്കുന്നത്. ഇനി പ്രധാനമായും നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. ദയവ് ചെയ്ത് ഈ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ITC കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 19,562 കോടി രൂപ റിപ്പോർട്ട് ചെയ്തു. 7 രൂപ 85 പൈസ പെർ ഷെയർ ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിച്ചു. സൺ ഫാർമ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 19% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 2,154 കോടി രൂപ റിപ്പോർട്ട് ചെയ്തു. 5 രൂപ 50 പൈസ പെർ ഷെയർ ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിച്ചു. എംക്യുവ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 64% വർദ്ധിക്കുകയുണ്ടായി. തൽഫലമായി തന്നെ ഇന്നലെ കമ്പനിയുടെ സ്റ്റോക്കിൽ 10% ഒരു അപ്പർ സർക്യൂട്ട് കാണുവാനായി സാധിച്ചു. വോഡഫോൺ ഐഡിയ സുപ്രീം കോടതി 45,000 കോടി രൂപയുടെ കമ്പനിയുടെ AGM ഡ്യൂവിനെ സംബന്ധിച്ചുള്ള കേസ് തള്ളുകയുണ്ടായി. ഇപ്പോൾ കമ്പനി പുതിയ ഒരു ഡെവലപ്മെന്റുമായി വന്നിരിക്കുന്നു. ബാങ്കുകളുമായി 22,000 കോടി രൂപയുടെ ലോൺ ലഭിക്കുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഗ്രാസിം ഇൻഡസ്ട്രീസ് കമ്പനിയുടെ നെറ്റ് ലോസ് 441 കോടി രൂപയിൽ നിന്നും 288 കോടി രൂപയിലേക്കായി ചുരുങ്ങി. കമ്പനിയുടെ റവന്യൂ 32% ഉയർന്നു. 10 രൂപ പെർ ഷെയർ ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിച്ചു. ബജാജ് ഫൈനാൻസ് കമ്പനിയുടെ ബോർഡ് 9,371 കോടി രൂപയുടെ ഫണ്ട് റൈസിംഗ് നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് വഴി കളക്ട് ചെയ്യുവാൻ ഉള്ള അപ്രൂവൽ നൽകുകയുണ്ടായി. കോൺകോർ നെറ്റ് പ്രോഫിറ്റ് 1.6% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 298.5 കോടി രൂപയായി രേഖപ്പെടുത്തി.
കമ്പനി 1:4 എന്ന ബോണസ് ഇഷ്യൂ ഡിക്ലെയർ ചെയ്തു. അതായത് 4 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് 1 ഷെയർ എക്സ്ട്രാ ആയിട്ട് ബോണസ് ആയിട്ട് ലഭിക്കും. ദ്വാരകേഷ് ഷുഗർ കമ്പനിയുടെ ലാഭം നെറ്റ് പ്രോഫിറ്റ് ഇരട്ടിയായിട്ട് വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 446.3 കോടി രൂപയായി ഉയർന്നു. കമ്പനിയുടെ റവന്യൂ 20% ഉയർച്ച രേഖപ്പെടുത്തി. 50 പൈസ പെർ ഷെയർ ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിച്ചു. ബജാജ് ഓട്ടോ കമ്പനി KTM ഫൈനാൻസ് എന്ന കമ്പനിയുടെ മജോറിറ്റി കൺട്രോൾ ഏറ്റെടുക്കുവാൻ വേണ്ടി 800 മില്യൺ യൂറോയുടെ റെസ്ക്യൂ പാക്കേജിലേക്ക് എൻട്രി ചെയ്യുകയാണെന്നുള്ള ഒരു ന്യൂസ് വരുന്നുണ്ട്. TD പവർ സിസ്റ്റം ഗോൾഡ്മാൻ സ്നാച്ചസ് കമ്പനിയുടെ 50 കോടി രൂപ വില വരുന്ന ഷെയറുകൾ ബ്ലോക്ക് ഡീൽ വഴിയായി ബൈ ചെയ്തു. വാർത്ത കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു.